നീറ്റ് പരീക്ഷയിൽ വീഴ്ച സംബന്ധിച്ച് NTA ഉദ്യോഗസ്ഥർ പാർലമെന്ററി സമിതിക്ക് മുൻപിലാണ് വീഴ്ച സംബന്ധിച്ചത്. ഡി ധനസുമോദ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുമോദ്, എന്താണ് NTAയുടെ കൺഫ്യൂഷൻ? ഇന്ത്യ ഇപ്പോൾ വീഴ്ച തുറന്ന് സംഭവിച്ചിരിക്കുകയാണ്. നീറ്റ് പരീക്ഷ വലിയ തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയാണ് ഉണ്ടായത്. ഇതിൽ ഗുരുതരമായ വീഴ്ചയാണ് സംബന്ധിച്ചത് എന്നുള്ള കാര്യം പാർലമെന്ററി സമിതി സന്ദർശിച്ച MPമാരോടാണ് ഇവർ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇന്റലിജൻസ് പരാജയം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളൊരു അഭിപ്രായം പാർലമെന്ററി സമിതി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഉന്നത അധികാരികൾ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നുകൂടി ഇവർ പാർലമെന്ററി സമിതി പറയുന്നുണ്ട്. കാരണം സാധാരണ വീഴ്ച സംഭവിക്കുന്നത് ഇതിപ്പോൾ നിരന്തരം ഒരു പ്രക്രിയയായി മാറിയിരിക്കുകയാണ്. പക്ഷേ ഇതിന്റെ പേരിൽ കടുത്ത നടപടികളൊന്നും നേരിടുന്നില്ല. അതുകൊണ്ട് ഇതിങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പരാജയം എന്ന് പറഞ്ഞ് മാത്രം കൈകഴുകാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് അറിയിച്ചിരിക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ ഇത്തരം സാഹചര്യങ്ങളെ വില കുറച്ച് കണ്ടതാണ് ഈ പ്രശ്നങ്ങൾ വളരെയധികം തീവ്രമാകാൻ കാരണം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, രാധാകൃഷ്ണൻ സമിതി റിപ്പോർട്ടിലെ ശുപാർശകൾ പലതും നടപ്പാക്കിയില്ല എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ പരീക്ഷയുടെ മൊത്തത്തിലുള്ള വിശ്വാസത്തെ തകർക്കുന്ന ഒരു പെരുമാറ്റമാണ്, ഒരു ഭാഗമാണ് ഇപ്പോൾ ടെസ്റ്റിംഗ് ഏജൻസിയിൽ നിന്നുണ്ടായത് എന്നുകൂടിയാണ് ഇപ്പോൾ പാർലമെന്ററി സമിതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.